മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ ഇതാ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഹസ്ബൻഡിന് ഇന്ന് സ്പ്ലിറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ആൾ ലഞ്ചിനും ചായക്കൊക്കെ ഉണ്ടായിരുന്നു. ആളുണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ഈവനിങ് ചായയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ചിപ്സും പാൽ കേക്കൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. ആൾ ചായ കുടിക്കുമ്പോൾ എൻ്റെ തന്നെ വീഡിയോ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ചടപ്പാണ്. എൻ്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ എന്തോ പോലെയാവും. പിന്നെ ഇതാ ആൾ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം ഞാൻ ഹൃദയം മൂവി കണ്ടുട്ടോ. എനിക്ക് മൂവി അത്ര വലിയ ഇഷ്ടമായില്ല, അപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. അതിനുശേഷം എനിക്ക് എൻ്റേതായ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. യൂട്യൂബ് തമ്മിലും കാര്യങ്ങൾ ഉണ്ടാക്കലും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിനി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. പിന്നെ അതാ ഞാൻ കുറച്ച് തുണികളൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു മെഷീനിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് വിരിച്ചിടുകയാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് അലക്കിയെടുക്കുകയാണ്. കാരണം നമുക്ക് ഈ റൂമിലേക്ക് മാറിയതിന് ശേഷം ഇന്നാണ് കേട്ടോ മെഷീൻ കിട്ടുന്നത്. അപ്പോൾ പുറത്ത് രാത്രിയാണ് ഞാൻ അധികം വിരിച്ചിടാറ്. രാവിലെ ആകുമ്പോഴത്തേനും നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടാവുക. അധികം നല്ല വെയിലത്ത് കൊണ്ടിടാറില്ല. ഇട്ടാലും വേഗം തന്നെ ഞാൻ എടുക്കാറുണ്ട്. കാരണം ഇവിടെ അത്രയും വെയിലാണ്. അതുകൊണ്ട് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ ഡ്രസ്സൊക്കെ അധികം വെയിൽ കൊണ്ട് ചീത്തയാവുന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം എടുക്കും. പിന്നെ അതാ ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഇടുകയാണ്. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൺസിസ്റ്റൻ്റായി ചെയ്യുന്നൊരു കാര്യമാണെന്നുള്ളത്. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, ഓരോ കാരണമായിട്ട് എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ വിട്ടുപോകും. എൻ്റെ ഫേസിൽ പുതിയ 2 കുരുക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് വേഗം ഫേസ് പാക്ക് ഉണ്ടാക്കിയിടുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പൊതുവേ പിമ്പിൾസ് കുറവായിരുന്നു. അങ്ങനെ ഇതാ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറൊക്കെ മുഖത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും ഡ്രൈ ആവും. പിന്നെ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ അതൊന്ന് വെറ്റാക്കി കൊടുക്കാറുണ്ട്. ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിൻ്റെ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന്. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറേ ജോലികൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമ്മുടെ 2 കാര്യവും നടക്കും. അങ്ങനെ അയൺ ചെയ്യലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാളെ പാലപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഈ പൊടി മിക്സ് ഉണ്ടല്ലോ, അത് നേരത്തെ അടിച്ച് വെക്കണം, എന്നാലേ മാവ് പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാണ്. ഇങ്ങനെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അരിയും ഉഴുന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഹോസ്റ്റലായ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതിലളവ് 1 കിലോ പൗഡറിനുള്ള കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൈ കണക്ക് വെച്ചാണ് ചെയ്യുന്നത്. ആ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഇളം ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെള്ളമൊക്കെ ഞാൻ എൻ്റെ ഒരളവിന് ഇത്ര മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു കൈക്കണക്ക് വെച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തതായിരുന്നു. പിന്നെ അതാ മിക്സിയുടെ ജാറും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോഴേക്കും ഏകദേശം എനിക്ക് വിശപ്പിൻ്റെ ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇവിടെ രാത്രി ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല പൊതുവെ ആൾ. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല. ഇങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ നൂഡിൽസ് ഇരിപ്പുണ്ട്, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂഡിൽസിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ചോറൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ എനിക്ക് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വെയിറ്റ് കൂടി പിന്നെയും. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ. ഞാൻ നടക്കാൻ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും സെറ്റ് ആവുന്നില്ല. ഇവിടെ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് കുറേ പേരുണ്ടാവും കേട്ടോ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയവരൊക്കെ. അപ്പോൾ ഞാനും വിചാരിക്കും കാണുമ്പോൾ ഓക്കെ നാളെ മുതൽ ഇറങ്ങാം ഇത്. പിന്നെ എനിക്കങ്ങനെ മടി പിടിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. ഇൻഷാ അല്ലാഹ് എന്തായാലും വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം, ഒരു മുട്ട പൊട്ടിച്ച് ഇട്ടാലോ അതിലേക്ക്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. നന്നാവോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഇതാ ഞാൻ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലാപ്പിൽ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കാണാൻ കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോ ഇംഗ്ലീഷ് വ്ളോഗൊക്കെ ഉണ്ടല്ലോ, കൊറിയൻ, അവരതൊക്കെ കാണാൻ എന്ത് എസ്തെറ്റിക് ആവില്ലേ, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ ഇതാ നമ്മൾ ലുലുവിൽ പോയി. ആൾക്കെന്തോ ചോക്ലേറ്റൊക്കെ കഴിക്കണം തോന്നി. ആൾക്ക് മാത്രമല്ല എനിക്കും. അപ്പോൾ നമുക്ക് ലുലു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ നേരെ ലുലുക്ക് പോയിട്ടോ. ലുലു നമ്മുടെ റൂമിൻ്റെ അടുത്താണ്.
ലുലുവിലാണെങ്കിൽ ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പുഡിങ്ങും ചോക്ലേറ്റ്സും ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് ഇതാ നമ്മളെന്താ പറയുക ബില്ലൊക്കെ ചെയ്ത് നേരെ പിന്നെ റൂമിലേക്ക് തന്നെ നടന്നു. ഞാൻ എപ്പോഴും ഇതാ ലുലു പോകുന്ന സമയത്ത് ഈ ഒരു വീട് കാണലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതോ അറബി വീടാന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ. ഇവിടെ ഇതാ ഓണർ കുറേ മത്തന് മുരിങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ഫാമിലീസാണ്. ഇതാ ആ കാണുന്നതാണ് നമ്മൾ ആദ്യം താമസിച്ചിരുന്ന റൂം. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ കയറി നമ്മുടെ പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എന്താവും എന്നെനിക്കറിയില്ല. കണ്ടപ്പോൾ ചോക്ലേറ്റ് പുഡിങ് കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ടെക്സ്ചറൊക്കെ ആയിരുന്നു. എനിക്ക് കുറച്ച് അതായത് എക്സാക്റ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറല്ല, നമ്മുടെ കൊക്കോ പൗഡറൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് അങ്ങനെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, കഴിക്കാനൊക്കെ ടേസ്റ്റ് ഒക്കെയാണ്. പിന്നെ നമ്മൾ 7 ഡേയ്സിൻ്റെ ഈ ഒരു കേക്ക് ബാർ വാങ്ങിയിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 7 ഡേയ്സിൻ്റെ ഒരുവിധം എല്ലാ സംഭവങ്ങളും കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പല്ലൊക്കെ തേച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ഞാൻ രാത്രി അധികം പൽപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുക. എനിക്ക് ഈ പൽപ്പൊടി യൂസ് ചെയ്യുമ്പോൾ എൻ്റെ പല്ലിനുള്ള പുളിപ്പും സംഭവങ്ങളൊക്കെ പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതാണ് രാത്രി യൂസ് ചെയ്യുക. പിന്നെ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകിയതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ആസ് യൂഷ്വൽ ഒരു ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ ലിപ് ബാം. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയാൻ. ലിപ് ബാം അല്ല, മോയ്സ്ചറൈസർ ഇടാൻ നേരത്തെ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കയ്യിൽ എന്താ പറയുക ഇതുണ്ട്, പിമ്പിൾ പാച്ച് ഉണ്ട്. അപ്പോൾ അത് വെച്ച് എനിക്ക് 1-2 ആക്നി വരുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒട്ടിക്കാന്ന്. നമ്മുടെ ഫേസിൽ ഒന്നും ഇടുന്നതിന് മുന്നേ ഇത് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഡയറി എഴുത്ത് പരിപാടികൾ, കുറച്ച് മെനു പ്ലാനിങ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്തു സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ വെറുതെ ഇരിക്കലായിരിക്കും ഫോണും കണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്കറിയാം എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.